السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ജഗനിയന്താവായ തമ്പുരാൻ അള്ളാഹുവിൻ്റെ ഇൽമ് വേണ്ടതുപോലെ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് നിദാനമായി ഇൽമ കൊണ്ടും അമല് കൊണ്ടും ആഖിറത്തിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ വിജയിച്ച നമ്മുടെ പൂർവികരിൽ നമ്മളെ ഉൾപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മളെടുത്തിരുന്നത് നമ്മൾ പറഞ്ഞു വെച്ച ക്ലാസ് ഫസ്ലുൻ ഫി സിഫത്തി സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ചത് ഖിറാഅത്ത് ഷദ്ദിനെ ലഘൂകരിക്കുകയും അതുപോലെ ലാദുകൊണ്ട് ലാദിനെ പകരമാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലം തസിഹ ഖിറാഅത്തുഹു, അവരുടെ ഖിറാഅത്ത് എന്താവൂല, ശരിയാകൂല. അത് കാരണമായിട്ട് നമ്മളെ ആ റക്അത്തും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആ നിസ്കാരം തന്നെ ബാത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ വെച്ചു. ഇനി പറയാൻ പോകുന്നത് അൽ ഖാമിസു, അഞ്ചാമത്തേതാകുന്നത്, നിസ്കാരത്തിൻ്റെ ഫർളിൽ നിന്ന് അഞ്ചാമത്തേതാകുന്നത് അർ റുകൂഅ് ചെയ്യലാണ്. ബി ഇൻഹിനാഇൻ, കുനിയൽ കൊണ്ട്, ഖദ്റ കണക്കിൽ, ബുലൂഇ എത്തുന്നതിൻ്റെ, റാഹത്തൈഹി അവൻ്റെ രണ്ട് മുൻകൈ എത്തുന്നതിൻ്റെ കണക്ക് കണ്ട് കുനിയലാണ്. ഏതുവരെ? ബി റുക്കുബത്തൈഹി, അവൻ്റെ മുട്ടുവരെ. അവൻ്റെ രണ്ട് കാൽമുട്ടിന്മേലേക്ക് രണ്ട് മുൻകൈയിൻ്റെ പള്ള എത്തുന്നതിൻ്റെ കണക്ക് കണ്ട്, അളവ് കണ്ട് കുനിയൽ കൊണ്ടാണ് എന്ത്? റുകൂഅ് നിർവഹിക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ ഫർളിൽ നിന്ന് ആറാമത്തേതാകുന്നത് അൽ ഇഅ്തിദാലാണ്. ഇഅ്തിദാൽ എന്ന് വെച്ചാൽ ചൊവ്വാവുക, നേരാവുക. ഖായിമൻ, നിന്ന നിലയിൽ എന്ത് ചെയ്യുക? നല്ല സ്റ്റേണായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനാണ് എന്ത് പറയാ? നമ്മൾ ഇഅ്തിദാൽ എന്ന് പറയാ. അസ്സാബിഉ, ഏഴാമത്തേത് അസ്സുജൂദു, സുജൂദ് നിർവഹിക്കലാണ്. മറത്തൈനി, രണ്ട് സുജൂദ്. ബിവദ്ഇൻ, വെക്കൽ കൊണ്ട്. ബഅലി, ഒരു ഭാഗത്തെ. ജബ്ഹത്തി, നെറ്റിയുടെ. അങ്ങനെ നെറ്റിയുടെ ഒരു ഭാഗത്തിനെ, അല്പത്തെ വെക്കൽ കൊണ്ടാണ് എന്ത്? സുജൂദ്. പോരാ. വറുക്കുബത്തൈനി, രണ്ട് മുട്ടിൻകാലിനെയും. വബാത്തിനിൽ കഫൈനി, രണ്ട് മുൻകൈയിൻ്റെ പള്ളനെയും. വഅസാബിഇൽ ഖദമൈനി, അതേ രണ്ട് കാൽപാദങ്ങളുടെ വിരലുകളെയും എന്ത് ചെയ്യുക? വെക്കൽ കൊണ്ടാണ് എന്ത്? സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ 7 അവയവം എന്ത് ചെയ്യണം? ഭൂമിയിൽ, നിലത്ത് തട്ടേണ്ടതുണ്ട്. മൂക്ക് വെക്കൽ സുന്നത്തുള്ളൂ. വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, പ്രശ്നമില്ല, സുന്നത്ത് കിട്ടില്ല എന്ന് മാത്രം. സുന്നത്തിനെ നിസ്സാരാക്കി പറയല്ല കേട്ടോ. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേ? അസാമിനു, നിസ്കാരത്തിൻ്റെ ഫർളിൽ നിന്ന് ഇനി എട്ടാമത്തത് അൽ ജുലൂസു ബൈന സജദത്തൈനി. അൽ ജുലൂസു, ഇരിക്കലാണ്. ബൈന സജദത്തൈനി, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം. മനസ്സിലായില്ലേ? അതും എന്താണ്? നിസ്കാരത്തിൻ്റെ ഫർളിൽ പറഞ്ഞതാണ്. എട്ടാമത്തേത് ഒൻപതാമത്തേത് അത്തുമഇനീനത്തു, അടങ്ങി താമസിക്കലാണ്.
ഫിർ റുകൂഇ റുകൂഇലെ വൽ ഇഅ്തിദാലി ഇഅ്തിദാലിലും വസ്സുജൂദൈനി രണ്ട് സുജൂദിലും വൽ ജുലൂസി ബൈനഹുമാ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും. ഇവിടൊക്കെ എന്ത് ചെയ്യണം? അടങ്ങി താമസിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സുജൂദിലേക്ക് പോയ ആ അനക്കം എന്ത് ചെയ്യുക? അടങ്ങുക എന്നുള്ളതാണ്. അതിനാണ് എന്ത് ചെയ്യുക? തുമഇനീനത്ത് എന്ന് പറയുക. പിന്നെ അൽ ആഷിറു പത്താമത്തേത് അത്തശഹുദുൽ അഖീറു അവസാനത്തെ അത്തഹിയാത്താണ്. അക്മലുഹു ആ അത്തഹിയാത്തിൻ്റെ പൂർണ്ണമായ രൂപമാകുന്നത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അസാലിസു അശറ 13ാമത്തെ ഫർളാകുന്നത് തസ്ലീമത്തുൽ ഊല ഒന്നാം സലാം വീട്ടലാണ്. ഫയഖൂലു അപ്പോൾ പറയണം അസ്സലാമു അലൈക്കും എന്ന് പറയൽ നിർബന്ധാണ്. വറഹ്മത്തുള്ളാഹ് അങ്ങനെ പറയില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നത് എന്താണ്? സുന്നത്തേ ഉള്ളൂ. അറാബിഉ അശറ 14ാമത്തേത് അത്തർത്തീബു ക്രമപ്രകാരം വഴിയായി ചെയ്യലാണ്. കമാ ദക്കർനാഹു നമ്മൾ പറഞ്ഞ ഒന്നുപോലെ. വയജിബു നിർബന്ധമാണ്. ഫിർ റുക്നിൽ ഖൗലിയി കൗലിയായ റുക്നിൽ നിർബന്ധമാണ്. അൻ യുസ്മിഅ നഫ്സഹു അവൻ്റെ നഫ്സിനെ കേൾപ്പിക്കണം. പിന്നെ ഇനി വേറൊരു മസല. ഖാലൽ മുത്തവല്ലി ഇമാമും അതുപോലെ തന്നെ വൽ ഹലീമിമാമും എന്ത് പറഞ്ഞേ? യഹ്റുമു ഹറാമാകും അൽ ഇൽത്തിഫാത്തു ഫി സ്വലാത്തി നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൽ എന്താണ്? ഹറാമാണ്. അല്ലാഹു തആല നമ്മൾ പഠിച്ച ഇൽമൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതേ രൂപത്തിൽ പഠിച്ചത് പ്രകാരം അമല് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കട്ടെ. ഈമാൻ അല്ലാഹു തആല ഏറ്റിത്തരട്ടെ. എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും അല്ലാഹു തആല നമ്മൾക്ക് മുന്നേ തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.